അങ്ങനെ രാവിലെ തന്നെ ഞാൻ എൻ്റെ പുതിയ ഫ്ലാറ്റിലെത്തി ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു കാര്യത്തിന്. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ മാറി നിൽക്കാൻ പോകുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വീട് വിട്ട് നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ ഒരിക്കലും നമ്മൾ വീടൊക്കെ വിട്ട് വേറെ തന്നെ സ്വന്തമായിട്ടൊരു വീട്ടിലൊക്കെ നിൽക്കേണ്ടി വരുമല്ലോ എന്നൊരു തോട്ട് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നും എനിക്ക് പറ്റുന്ന അത്രയും കാലം അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ താമസിക്കണം. എപ്പോഴും ആ ഒരു ഡെയിലി ലൈഫ് അവരെ കൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ഡേ വിത്ത് മീ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ട്രിവാൻഡ്രത്ത് പുതിയ ഞാൻ താമസിക്കാൻ പോകുന്ന ഈ ഒരു ഫ്ലാറ്റിൻ്റെ ചെറിയ കുറച്ച് വിശേഷങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. അടിപൊളി വ്യൂ ആണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയൊക്കെ നമുക്ക് എത്ര സമയം ഇവിടെ ഇരുന്ന് കാറ്റ് കൊണ്ട് നല്ല കാമായിട്ടിരിക്കാൻ പറ്റും. ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് നടക്കാനുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ഈ ബാൽക്കണിയിലും കുറച്ച് അഴുക്കും പിന്നെ അതേപോലെ തന്നെ കുറച്ച് പൊട്ടും പൊളികളും ഒക്കെ കാണുന്നത്. പിന്നെ അവിടെ ഒരു മരം വളർന്നു വരുന്നുണ്ട്. അവരതൊക്കെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഡോറ് ലോക്കാക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ ബാത്റൂം. നല്ല വലിയ ബാത്റൂമാണ്, പക്ഷേ ഒരു പഴയ ബാത്റൂമാണ്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ല, കുറച്ചൊരു പഴയതാണ്. പക്ഷേ നല്ല വലിയ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ബാത്റൂമാണ്. എനിക്കിവിടെ ഫ്ലാറ്റ് എടുക്കുമ്പോൾ എൻ്റെ മെയിൻ, അതായത് ഫ്ലാറ്റ് എന്നല്ല, നമ്മളിവിടെ ട്രിവാൻഡ്രത്തേക്ക് മാറി വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു റൂമും ബാത്റൂമും ബാൽക്കണിയും വേണമെന്നായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ ഒരു ഫ്ലാറ്റ് എനിക്ക് ദൈവം സഹായിച്ച് കിട്ടി. പിന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ എല്ലാ സാധനങ്ങളും ഫസ്റ്റ് തന്നെ കബോർഡിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ ഫസ്റ്റ് തന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ കയറിയിട്ട് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അത് വന്ന് കളക്ട് ചെയ്യാൻ പോവാണ്. അതെന്താ സംഭവം വെച്ചാൽ ഞാൻ ബ്രഷ് കൊണ്ടുവന്നു, പക്ഷേ പേസ്റ്റ് കൊണ്ടുവന്നില്ല. പിന്നെ എനിക്ക് അടിച്ചു വരാൻ ചൂല്, പിന്നെ അത് കോരാനുള്ള സാധനം, അതൊക്കെ വേണമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് ഫുഡും വെള്ളവും വേണമായിരുന്നു. ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തിയതാണല്ലോ, ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും എനിക്കില്ല, ഒക്കെ ഇനി വാങ്ങണം. ഇവിടെ നമ്മളെല്ലാവരും അപ്പനാണ് കേട്ടോ കുക്കിങ് കാര്യങ്ങളൊക്കെ, ഷെയറിങ് അല്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഷെയറിങ് ആവാനും നന്നായി. കാരണം ഇവിടെ എല്ലാവർക്കും പല ടൈമാണ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരുടെ റൂട്ടീൻസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് അത്യാവശ്യമായിട്ട് ഞാൻ കുറച്ച് വാങ്ങിയ സാധനങ്ങൾ. ഇതെല്ലാം ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിയത്. ബ്രഷ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. കഴിക്കാൻ ഞാൻ ഓർഡർ ചെയ്തത് ദോശയായിരുന്നു. അപ്പം പിന്നെ ഞാൻ വേഗം തന്നെ ദോശ കഴിച്ചു. കാരണം നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ സ്വിഗ്ഗിയിൽ നല്ല റേറ്റിംഗ് കണ്ടൊരു ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇവിടുത്തെ ഹോട്ടൽസൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ലല്ലോ. അപ്പം ഞാൻ നാട്ടിലെ ആര്യഭവൻ്റെ ദോശയും സാമ്പാറൊക്കെ വല്ലാതെ മിസ് ചെയ്തു. അത് വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു സംഭവം. പിന്നെ ഞാൻ എന്തായാലും കഴിച്ചു ഫുഡ്. കാരണം വെറുതെ ടയേർഡ് ആവുന്നുണ്ടല്ലോ, ഇന്നിനി കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് എന്തായാലും മിസ് ചെയ്യേണ്ട വെച്ചിട്ട് ഞാനത് കൊണ്ട് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എല്ലാം ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ, അതായത് റൂം ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ അലമാര ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് അത്യാവശ്യം കുറച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ വെച്ചു. ഇനി വേണം എനിക്ക് റൂം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ. റൂം മാത്രമല്ല, ബാൽക്കണിയും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ എല്ലാ സാധനങ്ങളും വാങ്ങണം. ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ ഫുൾ സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ട്. വലിയ ഷോപ്പിംഗ് ഉണ്ട്. അപ്പം അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.